ഗൈസ്. അപ്പോൾ ഞാൻ പാട്ടിട്ടല്ലേ എല്ലാ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എവിടെ പോകുന്നു, എന്തിന് പോയി എന്നൊക്കെ ഉള്ള ഡൗട്ട് എന്തായാലും ഉണ്ടായിരിക്കും. കാരണം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയൊക്കെയാണ് ഓക്കെ, ഞാൻ 1 വീക്ക് വ്ളോഗിൻ്റെ ഡീറ്റെയിൽഡ് വെർഷൻ ഇടാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന എനിക്ക് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസമായിരിക്കും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം, അതായത് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ ലാൻഡ്സ്കേപ്പിലും എടുത്ത് ക്ലാരിറ്റിയോടെ ആ 1 വീക്ക് ജേണി ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിപ്പിക്കണ്ട. ഈ കഴിഞ്ഞ വീക്ക് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്, ഞാൻ എവിടെയൊക്കെയാണ് പോയത് എന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നോക്കാം. സൺഡേ മോർണിംഗ് അമ്മയുടെ ഫുഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 2 മാരേജ് ഉണ്ടായിരുന്നു. അന്ന് മോർണിംഗിൽ വേറൊരു മാരേജും ഈവനിങ്ങിൽ നമ്മൾ റിസപ്ഷനാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ ഹാപ്പി എന്തായിരുന്നെന്ന് വെച്ചാൽ റിസപ്ഷന് പോയ സമയത്ത് എൻ്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തു. പിന്നെ വേറൊരു ചേച്ചിയെ മീറ്റ് ചെയ്തു. അതൊരു ഹാപ്പി ഡേ ആയിരുന്നു അന്ന്. മൺഡേ പ്രത്യേകിച്ച് ഒന്നും നടന്നിരുന്നില്ല, ആസ് യൂഷ്വൽ ഡേ ആയിരുന്നു. പക്ഷേ ട്യൂസ്ഡേ നമുക്ക് അമ്മയ്ക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ നാഗർകോവിലിൽ പോയിട്ടിരിക്കുകയാണ്. പക്ഷേ പോയെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല, ഒന്നും നടന്നില്ല. അവർ തേഴ്സ്ഡേ വരാൻ പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ സൈഡിൽ ഫുള്ള് കുപ്പയൊക്കെ നിറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ, അത് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യായിരുന്നു. പിന്നെ വെനസ്ഡേ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടായിരുന്നു, ചെറിയൊരു തലകറക്കം പോലെയൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ BP ലോ ആണ്. അതുപോലെ തന്നെ പനിയുടെ ഒരു സിംറ്റവും വന്നിട്ടിരിക്കുകയായിരുന്നു അന്ന്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സ്ഹോസ്റ്റഡായി. അങ്ങനെ ചേട്ടൻ പറയായിരുന്നു നമുക്ക് വെച്ചിട്ടിരിക്കേണ്ട, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പഴയകട RMCയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് കാണിക്കാറ്. അവിടെ പോയപ്പോൾ പനിയുണ്ട്, BP ലോ ആണ്. സോ എന്തായാലും ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ഇടുമായിരുന്നു. ട്രിപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് ആശ്വാസം തോന്നിയിരുന്നു. പിന്നെ അന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് പോയത്. കാരണം തിരിച്ച് പോയൊന്നും കുക്ക് ചെയ്യേണ്ട ആംബിയർ എനിക്ക് ഉണ്ടായിരുന്നില്ല അന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് കുറച്ചൊന്ന് സെറ്റായി. അതോടെ ഇതാണ് അന്ന് നടന്നത് വെനസ്ഡേ. പിന്നെ നെക്സ്റ്റ് ഡേ തേഴ്സ്ഡേ ആണല്ലോ, സ്വാഭാവികമായിട്ടും മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകണം. അങ്ങനെ അവനെ സ്കൂളിലാക്കിയിട്ട് ഞാനും അമ്മയും ചേട്ടനും കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയി. ഭയങ്കരമായ കുറേ നേരത്തെ സ്ട്രഗിളിന് ശേഷം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. എന്തൊക്കെ റൂൾസൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇഞ്ചി ചായ കിട്ടുന്ന ഒരു ഡാബുണ്ട്, അവിടെ പോയി അത് വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു. സമോസയൊക്കെ സൂപ്പറാണ് അവിടെ, നിങ്ങളും പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടോയ് ഷോപ്പിൽ കയറി. കാരണം ചേട്ടന് നെക്സ്റ്റ് ഡേ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനുണ്ട്, അതിന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി ഒരു ടോയ് വാങ്ങി. പിന്നെ നമ്മുടെ ഫാൻ റിപ്പയർ ആയിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ ആൾക്കാർ വന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കട്ടിംഗ് ബോർഡ് വാങ്ങി. അതായത് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യരുത്, അതിലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക്സ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ വന്നിട്ട് എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അവിടെ പോവായിരുന്നു. അവിടെ പോയിട്ട് അച്ചേട്ടനും അവനും ബർത്ത്ഡേ ഫംഗ്ഷന് പോയി. ഞാനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. സോ നമുക്ക് 2 പേർക്ക് ചപ്പാത്തിയും കടലക്കറിയാണ് അന്ന് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനിറങ്ങി. കാരണം കുറേ ദിവസമായി ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തു. അതൊരു സാറ്റിസ്ഫാക്ഷൻ മൂമെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 1 വീക്കിൽ എനിക്ക് ആ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തതും നമ്മുടെ വീടിൻ്റെ സൈഡ് ഏരിയ ക്ലീൻ ചെയ്തതാണ് എൻ്റെ ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ ഡേ ആയിരുന്നത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ 1 വീക്ക് നടന്നത്. എനിക്ക് തൊണ്ടവേദനയുണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, അതൊന്ന് ക്ഷമിക്കുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ